ഗംഗാ നദിയിൽ ബോട്ടിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാർ ഇഫ്താർ വിരുന്ന് നടത്തി. എന്നാൽ ഭക്ഷണത്തിന് ശേഷം ചിക്കൻ ബിരിയാണിയുടെ അവശിഷ്ടം നദിയിൽ എറിഞ്ഞു എന്നതാണ് പ്രശ്നമായി മാറിയത്. അങ്ങനെയാണ് ഉത്തർപ്രദേശിൽ 14 പേർ അറസ്റ്റിലായത്. മതസ്പൃത പടർത്താൻ ശ്രമിച്ചതിനാണ് വാരണാസിയിൽ 14 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗംഗാ നദിയിൽ വെച്ച് ഇവർ ഇഫ്താർ വിരുന്ന് നടത്തുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. ചൊവ്വാഴ്ചയാണ് യുവാക്കൾ അറസ്റ്റിലായത്. BJP യുവമോർച്ച മേധാവിയുടെ പരാതിയിലാണ് നടപടി. കോട്വാലി പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത്. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന 10,000ങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഗംഗാ നദിയിൽ ചിക്കൻ ബിരിയാണി കഴിച്ച് അതിന്റെ അവശിഷ്ടം നദിയിൽ ഒഴുക്കിയതെന്നാണ് ആരോപണം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കാശിയിൽ ദിവസേന ഗംഗാ നദിയിൽ പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ട്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 298, അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ മതത്തെ അപമാനിക്കാനുള്ള ഉദ്ദേശത്തോടെ ഒരു ആരാധനാലയത്തിന് പരിക്കേൽപ്പിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യുക. 299 മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള മനഃപൂർവ്വം ദ്രോഹപരവുമായ പ്രവൃത്തികൾ. 196(1)(b) മതം, വംശം, സ്ഥലം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുക. 279 പൊതു നീരുറവയിലോ ജലസംഭരണിയിലോ വെള്ളം മലിനമാക്കുക. ഇതുകൂടാതെ 1974 ജല മലിനീകരണം തടയലും നിയന്ത്രണവും എന്നീ വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. BJP യുവമോർച്ച നേതാവ് രജത് ജയ്സ്വാളിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. സനാതന ധർമ്മം പിന്തുടരുന്നവർക്ക് ആഴത്തിലുള്ള വിശ്വാസമാണ് ഗംഗാ നദിയിലുള്ളത്. ആയിരക്കണക്കിന് പേരാണ് കാശി സന്ദർശിച്ച് പൂജകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും. അത്തരമൊരു സാഹചര്യത്തിൽ ഗംഗാ നദിയുടെ നടുവിൽ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നതും അതിന്റെ എച്ചിൽ നദിയിലേക്ക് എറിയുന്നതും ശരിയായ രീതിയല്ല. ഹിന്ദുക്കളുടെ മതവികാരത്തെ ഹനിക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ജയ്സ്വാളിന്റെ ആരോപണം. ജയ്സ്വാൾ പറയുന്നത് പോലെ ഗംഗാ നദിയുടെ നടുവിൽ ബോട്ടിലിരുന്ന് ബിരിയാണി കഴിച്ചാൽ എന്താണ് കുഴപ്പം? നോമ്പ് തുറക്കാൻ മുസ്ലിങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചാലും അത് ഒരു തെറ്റല്ല. ഗംഗാനദി എന്നത് നമ്മൾ ഇന്ത്യക്കാർ എല്ലാവരുടെയുമാണ്. എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം അവശിഷ്ടങ്ങൾ നദിയിലേക്ക് എറിയുന്നത് തെറ്റാണ്. അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഗംഗാ നദി എന്നത് മലിനമായ ജലം ഒഴുകുന്ന ഒരു നദി തന്നെയാണ് എന്ന് കരുതി അവിടെ ഫുഡ് വേസ്റ്റ് എറിഞ്ഞ് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് തടയേണ്ട കാര്യം തന്നെയാണ്. ഗംഗാ നദി ഏതെങ്കിലും സ്വകാര്യ സ്വത്താണോ? വലിയ പാതകം ആണോ ബിരിയാണി കഴിക്കുന്നത്? ചാണകം കലക്കിയാലും ശവശരീരവും ചിതാഭസ്മവും നിക്ഷേപിച്ചാലും മലിനമാകാത്ത ഗംഗ ബോട്ടിൽ ഇഫ്താർ നടത്തിയാൽ മലിനമാകുമോ? ഇതൊക്കെയാണ് കുറെ പേരുടെ ചോദ്യങ്ങൾ. എത്ര മലിനമായ സ്ഥലമായാലും അവിടെ വീണ്ടും മാലിന്യം നിക്ഷേപിക്കുവാൻ ആർക്കും അവകാശമില്ല. അത് കേസെടുക്കാവുന്ന കുറ്റം തന്നെയാണ്. പകുതി ബന്ധ ശവശരീരങ്ങൾ നദിയിലേക്ക് ഒഴുക്കിവിടുന്നതും വലിയ തെറ്റ് തന്നെയാണ്. അതിനും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സഹിതം തെളിവുമായി പരാതി നൽകിയാൽ അവർക്കെതിരെയും നടപടികൾ ഉണ്ടാകും. അത് ചെയ്യാൻ കോൺഗ്രസ് എന്ന വലിയ പാർട്ടിക്ക് നട്ടെല്ലില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ആ പ്രദേശത്ത് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അത്രയ്ക്കും അഴുക്ക് നിറഞ്ഞ ഒരു നദിയിൽ പോയി, പാതിബന്ധ ശവങ്ങൾ ഒഴുകുന്ന നദിയിൽ പോയി ഇഫ്താർ നടത്തിയ ആളുകൾ തലയ്ക്ക് വെളിവില്ലാത്തവരാണ്. അവർക്കെതിരെ കേസെടുത്തതിൽ ഒരു കുഴപ്പവുമില്ല.